ഹായ് വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. നമ്മളെ കാറ്റഗറി 3 എക്സാമിലേക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരിക്കും നമ്മൾ അവസാന നിമിഷം നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ ആ ചോദ്യങ്ങളിലൂടെ എങ്ങനെയാണ് എക്സാമിന് ചോദ്യങ്ങൾ വരാം എന്നുള്ളത് കൂടി പറഞ്ഞുതരാം. കാരണം ഇതിൻ്റെ ഒരു പാറ്റേൺ നോക്കിയാൽ എല്ലാ വർഷവും ഓരോ ഏരിയയിൽ നിന്ന് ഓരോ ചോദ്യങ്ങൾ, അടുത്ത വർഷം അതേ ഏരിയയിൽ നിന്ന് അതിൻ്റെ മറ്റൊരു ചോദ്യം, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് നോക്കുന്ന ചോദ്യങ്ങൾക്ക് പുറമെ അതിൻ്റെ ഏരിയ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന എക്സാമിന് ഉറപ്പായിട്ട് എഴുതാൻ പറ്റും. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ദ കോണ്ടിനെന്റ് ടു വിച്ച് ദ ലോങ്സ്റ്റ് റിവർ ഓഫ് ദ വേൾഡ് ബിലോങ്സ്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ നദി ഏത് കോണ്ടിനെന്റിലൂടെയാണ്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ നദി ഏതാണ്? അത് ആഫ്രിക്കയിലൂടെ. ഏതാണ് നദിയടാ? നൈൽ നദിയാണ് അല്ലേ? ഓക്കെ, ലോങ്സ്റ്റ് ആണ് ചോദിച്ചത്. എന്നാൽ നമുക്കറിയാം ആമസോൺ ഉണ്ട്, ആമസോൺ റിവർ. അത് ഏറ്റവും അല്ലേ ലോങ്സ്റ്റ് എന്ന് നമുക്കത് പറയാൻ പറ്റൂല. സോ ആമസോൺ വരുന്നത് ഏഷ്യ, ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക ഇവിടെയൊന്നും വന്നിട്ടില്ല അല്ലേ. അതുപോലെ സൗത്ത് അമേരിക്കയിലാണ്. ഓക്കെ, ലാറ്റിൻ അമേരിക്കയിലാണ്. ഇനി നമുക്കറിയാം ലോകത്തിൻ്റെ ശ്വാസകോശം, ലങ്സ് എന്നറിയപ്പെടുന്നത് അത് ആമസോൺ ഫോറസ്റ്റ് ആണ്. ആമസോൺ ഫോറസ്റ്റുകളാണ്. ഓക്കെ, ജനറൽ ആയിട്ട് കോണ്ടിനെന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈം ടേക്കൺ ബൈ ദ എർത്ത് ടു ടേൺ 50 ഡിഗ്രി ഓൺ ഇറ്റ്സ് ആക്സിസ്. നമുക്കറിയാം എത്ര അല്ലേ 15 ഡിഗ്രി തിരിയാൻ നമ്മുടെ എർത്തിന് എത്ര സമയം എടുക്കും? 1 hour, 2 hour, 50 minutes, 30 minutes. വളരെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ രേഖാംശം, അക്ഷാംശവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 hour ആണ് എടുക്കുന്നത്. അല്ലേ നമുക്കറിയാം ഇവിടെ തിരിയുന്ന സമയത്ത് 180 ഡിഗ്രിയാണ് അല്ലേ, 180 ഡിഗ്രിയാണ്. അതിൽ 15 മിനിറ്റ്, 180 അല്ല 360 ഡിഗ്രി തിരയാനുണ്ടാവും. അതിൽ നമുക്കറിയാം 15 മിനിറ്റ് 1 hour ആണ്. അപ്പോൾ നമുക്കറിയാം 15 മിനിറ്റ് 1 hour ആണെങ്കിൽ എങ്ങനെ വരും? 150 അല്ലേ, 15 × 10. അപ്പോൾ 150 ഡിഗ്രി 15 ഡിഗ്രി അല്ലേ. 150 ഡിഗ്രി ആവുമ്പോൾ എത്ര വരുന്നുണ്ട്? 10 hour. ഇനി 180 ഡിഗ്രി ആവുമ്പോൾ 12 hours വരുന്നു. സോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 180 ഡിഗ്രി തിരിയുമ്പോൾ 12 hours. ഒരു ദിവസം എത്ര ഹവേഴ്സ് ഉണ്ട്? ഒരു ദിവസം 24 hours ഉണ്ട്. സോ 360 ഡിഗ്രി തിരിയുമ്പോഴേക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഓക്കെ, ഇതിന് ഓപ്ഷൻസ് ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് അമോങ് ദ ഫോളോവിങ് ഈസ് ദ റെഗുലേറ്റർ ഓഫ് ഇൻഷുറൻസ് സെക്ടർ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഇൻഷുറൻസ് സെക്ടറിന്റെ റെഗുലേറ്റർ ഏതാണ്? RBI, നബാർഡ്, IRDAI, PFRDA. ഏതാണ് കറക്റ്റ്? IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററിയിലെ ഡിപ്പാർട്ട്മെന്റ് ആണ് ആര്? IRDAI എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വന്നാൽ ഈ പ്രാവശ്യം ഇതേ ക്വസ്റ്റ്യൻസ് വരണം എന്നില്ല. പക്ഷേ ഇതിൽ നിന്നുള്ള RBI കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൃത്യമായിട്ട് അറിയാം. ഇന്ത്യയുടെ ഏറ്റവും ഫെഡറൽ ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്. അതിൻ്റെ ഓരോ റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരും. നബാർഡിനെ കുറിച്ച് ഞങ്ങൾ അല്ലേ, അഗ്രികൾച്ചർ സെക്ടറിലാണ് നബാർഡ്. അതിൻ്റെ അപ്പല്ലറ്റ് അതോറിറ്റി അല്ലെ ആ ബാങ്കാണിത് നബാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ തിന്നസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ എർത്തിൻ്റെ ഏറ്റവും തിന്നസ്റ്റ് ആയ ലെയർ ഏതാണെന്ന ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എർത്തിൻ്റെ എന്തൊക്കെ പഠിക്കണമെന്ന് നിങ്ങളെ മനസ്സിലേക്ക് വരണം. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മാൻഡിൽ, ക്രസ്റ്റ്, ഇന്നർ കോർ, ഔട്ടർ കോർ. ഇവിടെ ഏറ്റവും തിന്നർ ലെയർ ക്രസ്റ്റ് ആണ്. നമ്മുടെ എർത്തിൻ്റെ അല്ലേ 1% മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഭൂമിയുടെ 1% മാത്രമേ ഈ ക്രസ്റ്റിൻ്റെ ഭാഗം വരുന്നു വോളിയം എടുത്താൽ. ബാക്കിയുള്ളതൊക്കെ മാൻഡിൽ തന്നെ അപ്പർ മാൻഡിൽ, അതുപോലെ തന്നെ അല്ലേ ലോവർ മാൻഡിൽ, കോർ തന്നെ ഇന്നർ കോർ, ഔട്ടർ കോർ. ഇവിടെ നിങ്ങൾക്കറിയാം ഇത് നിഫേ എന്നുള്ളത് പറയണ്ടേ അല്ലേ, നിക്കൽ ഫെറമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ ഇന്നർ കോറ്, ഔട്ടർ കോറ് തുടങ്ങിയ ഈ ഇന്നർ കോറ് അതിൻ്റെ എന്താ ഖരാവസ്ഥയിലാണ്.
ഖരാവസ്ഥയിലാണ് ഉള്ളത്. എന്നാൽ നമുക്കറിയാം മാൻഡിലിന്റെ അടിഭാഗത്ത് അവിടെ എന്ത് വരുന്നുണ്ട്? മാഗ്മ അല്ലേ? മാഗ്മ എന്നല്ലേ ഒരു ഷേപ്പിലാണ്. ഏറ്റവും ക്രസ്റ്റ് അത് നമുക്കറിയാം ഖരാവസ്ഥയിലാണ്. അതേ സമയത്ത് അതെന്ത് ചെയ്യുന്നു? പതിയെ ലിക്വിഡ് എന്ന് പറയാൻ പറ്റൂല, ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നു, മാഗ്മയാകുന്നു. പിന്നെ അസ്തനോസ്ഫിയർ, ലിത്തോസ്ഫിയർ, നമ്മൾ ലിത്തോസ്ഫിയർ ഏറ്റവും, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടുഭാഗമുള്ള അസ്തനോസ്ഫിയർ, ഈ രണ്ട് പാളികൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ലിത്തോസ്ഫിയർ അല്ലെ, ശിലാമണ്ഡലത്തെയും അസ്തനോസ്ഫിയർ, ഇവിടെ നിന്നാണ് മാഗ്മ വരുന്ന കാര്യങ്ങൾ കൃത്യമായി. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു ഏരിയ, അതുപോലെ തന്നെ മാൻഡിൽ അല്ലേ, രണ്ടാമത്തെ ഭാഗം മാൻഡിലിനെ കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ കോർ, ഇതിൻ്റെ അതുപോലെ തന്നെ ക്രസ്റ്റ്, ഭൂവൽക്കം തന്നെ രണ്ട് തലത്തുണ്ട്. സിമ അതുപോലെ തന്നെ സിയാൽ, സിലിക്കണും അലൂമിനിയവുമാണ്, സിലിക്കണവും മഗ്നീഷ്യവുമാണ് ഈ രണ്ട് ഭാഗങ്ങളും. സിമയും സിയാലിനെ കുറിച്ചും ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. പറയില്ലേ, ഇങ്ങനെ മനസ്സിലാക്കിയാൽ ഞാൻ ഇതിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻസിന്റെ ഒരു സെറ്റ് കൂടി പറഞ്ഞുതരാം. അപ്പൊ എങ്ങനെയാ ക്വസ്റ്റ്യൻസ് മാറുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദ ഫത്തേപൂർ സിക്രി വാസ് ബിൽറ്റ് ബൈ, ഫത്തേപൂർ സിക്രി ആരാണ് ബിൽറ്റ് ചെയ്തത്? ബാബർ, ഷാജഹാൻ, ഹുമയൂൺ, അക്ബർ. അതാരാണ്? അക്ബർ ചക്രവർത്തിയാണ് ഫത്തേപൂർ സിക്രി. അപ്പൊ അക്ബർ ചക്രവർത്തിയുടെ ഈ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് നിങ്ങൾ നോക്കി വെക്കണം കൃത്യമായിട്ട്. അക്ബർ ചക്രവർത്തിയുടെ കോൺട്രിബ്യൂഷൻസ് നമുക്കറിയാം. ബാബറാണ് അത് അല്ലെ, മുഗൾ എംപയർ സ്ഥാപിച്ചതാരാണ്? ബാബറാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ഹുമയൂൺ അല്ലെ. അതുപോലെ തന്നെ ഷാജഹാൻ എന്ന് പറയാ ഖുറം എന്നറിയപ്പെടുന്ന ഖുറം അല്ലെ, ജഹാംഗീറിന്റെ പുത്രൻ ജഹാംഗീർ. ഈ ഓർഡർ, മുഗൾ എംപയറിനെ കുറിച്ചുള്ള ഓർഡർ ജസ്റ്റ് പഠിക്കുക. പിന്നെ ഷാജഹാന്റെ പുത്രനാണ് ഔറംഗസേബ് അല്ലെ, ഔറംഗസേബ്. അപ്പൊ മുഗൾ ഭരണത്തിന്റെ പ്രതാപ കാലഘട്ടം ഔറംഗസേബ് വരെ അവസാനിച്ചു. പക്ഷെ നിങ്ങൾ നോക്ക്, മുഗൾ ഭരണാധികാരിയിൽ ഏറ്റവും അവസാനത്തെ ഭരണാധികാരി ആരാ? അതാരാ? ബഹദൂർ ഷാ സഫർ അല്ലെ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയതാരാ? ബഹദൂർ ഷാ സഫർ ആണ്. ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ബാബർ മുതലുള്ള മുഗൾ എംപയറിനെ കുറിച്ച് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാം. വിച്ച് അമോങ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഇൻഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഇന്റീരിയർ ഓഫ് എർത്ത്? അപ്പോൾ നോട്ട് ആൻ ഇൻഡയറക്റ്റ് സോഴ്സ്, ഇതിൽ കുറെ ഇൻഡയറക്റ്റ് സോഴ്സ് ഉണ്ട്. നമ്മൾ ഭൂമിയുടെ അടിയിലുള്ള അതിനെക്കുറിച്ചുള്ള ഇപ്പോൾ നമ്മൾ ഇന്നർ കോർ, ഔട്ടർ കോർ, ഇതിനെക്കുറിച്ചുള്ള പഠനം നടത്തുന്നത് ഒരുപാട് സോഴ്സുകളുണ്ട്. അതിൽ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്. അപ്പോൾ ഇൻഡയറക്റ്റ് സോഴ്സ് അല്ലാത്തത് സീസ്മിക് വേവ്സ്, അത് ഇൻഡയറക്റ്റ് ആണ്. ഗ്രാവിറ്റി അനോമലി, എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്, മൈൻസ്. ഏതാണ്? അത് വരുന്നത് മൈൻസ് ആണ്. മൈൻസ് നമ്മൾ ഭൂമിക്കടിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ കുറിച്ചാൽ ഭൂമിയെ കുറിച്ച് അറിയാം. പക്ഷെ ഇൻഡയറക്റ്റ് ആയി വരുന്നതാണ് സീസ്മിക് വേവ്സിലൂടെ, തരംഗങ്ങൾ അല്ലെ, വേവ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? സെക്കൻഡറി, പ്രൈമറി ഒക്കെ. അപ്പൊ അതും ജസ്റ്റ് നോക്കണം കേട്ടോ. പ്രൈമറി അതുപോലെ തന്നെ സെക്കൻഡറി ഒക്കെ ജസ്റ്റ് ഈ ഭാഗത്ത് വേവ്സുമായി ബന്ധപ്പെട്ട എർത്ത് കോക്ക് എന്നുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ കോസ്റ്റൽ റീജിയൻ ഓഫ് ആൻഷ്യന്റ് തമിഴകം. ഇതൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഉറപ്പിച്ചോളൂ, അടുത്ത എക്സാമിന് തിണകളെ കുറിച്ചുള്ള ഒരു ചോദ്യം. തിണൈ അല്ലെ, തിണ. മുല്ലൈ ഏതാണ്? കോസ്റ്റൽ റീജിയൻ. മുല്ലൈ, പാലൈ, നെയ്തൽ, മരുതം ഏതാണ്? നെയ്തലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് പഠിച്ചെടുക്കുക. ബാക്കിയുള്ളത് ഏതാണ് അല്ലേ? അതായത് ഫോറസ്റ്റ് അല്ലേ, ഫോറസ്റ്റ്. അതുപോലെ തന്നെ പാലൈ എന്ന് പറയുന്നത് നമുക്ക് വരണ്ട പ്രദേശം, ഡെസേർട്ട് മോഡലുള്ള പ്രദേശങ്ങളാണ്. മുല്ലമല എന്ന് ആലോചിച്ചാൽ, മുല്ലയുള്ള മല, അതെന്താണ്? ഫോറസ്റ്റ് റീജിയൻ എന്ന് ആലോചിച്ചാൽ മതി, കാട്. പിന്നെ മരുതം അല്ലേ, അഗ്രികൾച്ചർ എന്ന് പറയാം. ഈ അഗ്രികൾച്ചർ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിങ്ങൾ ആലോചിച്ച് വെക്കുക കേട്ടോ. അതുപോലെ വെറ്റ് ലാൻഡ് ഇതുമായി ബന്ധപ്പെട്ടതാണ്. സോ ഇത് പഠിച്ചു വെച്ചാൽ ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ദ റൈറ്റ് ടു ഈക്വാലിറ്റി ബിഫോർ ലോ? ഈ ഭാഗത്തു നിന്ന് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആർട്ടിക്കിൾ 14 മുതലാണ് നിങ്ങൾ. അപ്പോൾ റൈറ്റ് ടു ഈക്വാലിറ്റി അല്ലേ, സമത്വത്തിനുള്ള അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 19, 14, 21, 25. അതേതാണ്? ആർട്ടിക്കിൾ 14 ആണ്. ഈ 14 മുതലുള്ള നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം.
ഇവിടെ ആർട്ടിക്കിൾ അല്ലേ 19 നമുക്കറിയാം ഫ്രീഡം ഓഫ് സ്പീച്ച്, പല ഫ്രീഡംസ് പറയുന്നുണ്ട്. ഇതിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ലേ, നമുക്ക് നമ്മുടെ ആശയങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം. പിന്നെ അടുത്തത് നമുക്ക് സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ സംഘമായിട്ട് നിൽക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിലെ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, പിന്നെ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള പറയുന്നത്. അപ്പൊ ഇതൊക്കെ ആർട്ടിക്കിൾ 19 കേട്ടോ. ഫ്രീഡം ഓഫ് സ്പീച്ച് ആണ് പത്ര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 14 നമ്മൾ പറഞ്ഞു. 21 ഫ്രീഡം ടു ലൈഫുമായി ജീവിക്കാനുള്ള അവകാശം. ഇതിൽ 21A ജസ്റ്റ് നിങ്ങൾ നോക്കി വയ്ക്കുക. 14 മുതൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 25 പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ അല്ലേ, നമ്മളെ അത് പ്രചരിപ്പിക്കാനുള്ള അതിൻ്റെ ഫ്രീഡം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ആർട്ടിക്കിൾ പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട അൺടച്ചബിളുമായിട്ടുള്ള ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 18 തുടങ്ങിയതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ 23 ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങൾ. ഇതിൽ എന്താണ് അൺടച്ചബിലിറ്റി, അത് ഒഴിവാക്കാനായിട്ട് വേണ്ടിയിട്ട് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പറഞ്ഞു കൊണ്ടിട്ടുള്ള ആർട്ടിക്കിളുകൾ ജസ്റ്റ് ആലോചിച്ച് നോക്കാം. നെക്സ്റ്റ്, ഹൗ ആർ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ എലക്റ്റഡ്? രാജ്യസഭ മെമ്പേഴ്സ് എങ്ങനെയാണ് എലക്ട് ചെയ്യപ്പെടുന്നത്? ബൈ ദ പ്രസിഡന്റ് ആണോ രാജ്യസഭ മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നത്? ബൈ ദ പീപ്പിൾ ത്രൂ ഡയറക്റ്റ് ഇലക്ഷനോട് ജനങ്ങൾ നേരിട്ടാണോ? ബൈ ദ മെമ്പേഴ്സ് ഓഫ് ലോക്സഭയിലെ മെമ്പേഴ്സ് ആണോ? ബൈ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലേ, ആരാണത്? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. രാജ്യസഭയിലെ നമുക്കറിയാം രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷമാണ് അല്ലേ, 6 വർഷമാണ്. പിന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ പാർലമെന്റ് മന്ദിരത്തെ കുറിച്ച് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ലോക്സഭയിൽ രാജ്യസഭയിലെ അംഗങ്ങളുടെ എണ്ണങ്ങൾ പഠിച്ചു വെക്കുക. ഇതുപോലെ പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്ന ആരാ? നിങ്ങൾ പറയോ പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്ന ആരാ? നമുക്കറിയാം നമ്മുടെ എലക്റ്റഡ് മെമ്പേഴ്സ് അല്ലേ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതിന് പുറമെ തന്നെ പാർലമെന്റ് കൂടി അതിൽ ഉൾപ്പെടുന്ന, അതായത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജ് ആണ് എന്ത് ചെയ്യുന്നത്, അവരെ എലക്ട് ചെയ്യുന്നത്. സോ ഒരു ലോക്സഭാ മെമ്പേഴ്സിന്റെ കാലാവധി 5 വർഷമാണ്, 5 years ആണ്. പിന്നെ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഏത് അടിയന്തരാവസ്ഥ കാലത്ത് എന്ത് ചെയ്തു, ഈ 5 വർഷം 6 വർഷമായിട്ട് ദീർഘിപ്പിച്ചു? ആ അമെൻമെന്റ് ആണ് ഏത് അല്ലേ, 42 ഇല്ലേ, 42 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന അമെൻമെന്റിലൂടെ 6 വർഷമാക്കി ഇന്ദിരാഗാന്ധിയാണ്. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു. ഞാൻ പറഞ്ഞില്ല, റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഇതൊക്കെ. നെക്സ്റ്റ്, ദ ബഡ്ജറ്റ് ഇൻ വിച്ച് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു ദ ഗവൺമെന്റ് റവന്യൂ. ഒരു ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറും റവന്യൂയും തുല്യമാവുകയാണെങ്കിൽ ആ ബഡ്ജറ്റ് നമ്മൾ പറയുന്ന പേര് സർപ്ലസ്, ഡെഫിസിറ്റ്, ബാലൻസ്ഡ്, ക്യാപിറ്റൽ ബഡ്ജറ്റ്. ഏതാണ്? ബാലൻസ്ഡ് ബഡ്ജറ്റ്. ഇതിൽ നമ്മൾ സർപ്ലസ് പഠിക്കുക. റവന്യൂ കൂടിയാൽ അല്ലെ, എക്സ്പെൻഡിച്ചറിനേക്കാൾ റവന്യൂ കൂടിയാൽ അത് സർപ്ലസ് ആണ്. എന്നാൽ റവന്യൂ കുറഞ്ഞു, അവിടെ എക്സ്പെൻഡിച്ചർ കൂടിയാണെങ്കിൽ അത് ഡെഫിസിറ്റ് ആണ്. ക്ലിയർ അല്ലേ? ഈ രണ്ടും പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ്, സെഡിമെന്റ്സ് ടേൺ ഇൻ ടു സെഡിമെന്ററി റോക്സ് അല്ലേ. നമുക്കറിയാം സെഡിമെന്ററി റോക്സുകളായിട്ട് മാറുന്നത് എന്താണ്? അതിന് കൂളിംഗ്, ലിത്തിഫിക്കേഷൻ, വെതറിംഗ്, ലീനിയേഷൻ. എന്താ പറയാ? അത് ലിത്തിഫിക്കേഷൻ ആണ്. നമുക്കറിയാം ഇഗ്നസ് അല്ലേ, ഇഗ്നസ് ഉണ്ടാവും. ഈ റോക്സ് നമുക്കറിയാം, റോക്സ് എന്തായി മാറുന്നു? സെഡിമെന്ററി ആയി മാറുന്നു അല്ലേ, സെഡിമെന്ററി ഇഗ്നസ് റോക്സ് പൊടിഞ്ഞ് പിന്നെ അതെന്ത് ചെയ്യുന്നു? ലിത്തിഫിക്കേഷനിലൂടെ സെഡിമെന്ററി അല്ലേ, സെഡിമെന്റ്സ് പറഞ്ഞാൽ ഈ പൊടികൾ. പിന്നെ അടുത്ത ഘട്ടം എന്താ? ഇത് ഭൂമിക്കടിയിൽ കുറേ കാലം പ്രഷറും ഹൈ പ്രഷറിലൊക്കെ ആകുന്ന സമയത്ത് അത് മെറ്റമോർഫിക് ആയിട്ട് മാറും. നെക്സ്റ്റ്, വീണ്ടും അത് ഈ ഒരു സൈക്കിൾ, ഇതിൻ്റെ സൈക്കിളിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കാം. മെറ്റമോർഫിക് പിന്നെ ഇഗ്നസ് ആയിട്ട് മാറുന്ന ഈ ഒരു ഘട്ടമാണ്. പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ സൈക്കിള് പഠിച്ചു വെക്കുക കേട്ടോ.
നെക്സ്റ്റ്, ഡിഫൻസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ വിച്ച് ലിസ്റ്റ്? ലിസ്റ്റുകളെ കുറിച്ച് പഠിക്കണം. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, റെസിഡ്യൂറി പവേഴ്സ്. അപ്പോൾ ഈ പവേഴ്സ് ഒരിക്കലും എന്തല്ല നമ്മൾ ഉൾപ്പെടുത്തേണ്ട. ഏത് ഡിഫൻസ് ഏതിലാ വരടാ? രാജ്യത്തിന്റെ സൈന്യം ആരുടെ കീഴിലാ? അത് യൂണിയൻ ലിസ്റ്റിന്റെ കീഴിലാണ്. എഡ്യൂക്കേഷൻ ഏത് കീഴിലാ? എഡ്യൂക്കേഷൻ ഏതിന്റെ കീഴിലാണ്? ഏതാണ്? കൺകറന്റ് ലിസ്റ്റിലാണ് അല്ലേ? വനം അല്ലേ? വനം, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച ആർട്ടിക്കിൾ 42ന്റെ ഭാഗമായിട്ട് തന്നെ കുറച്ച് കൺകറന്റ് ലിസ്റ്റിലേക്ക് കുറച്ചെണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം പോലീസ് സ്റ്റേറ്റ് അല്ലേ? പോലീസ് ഓരോ സ്റ്റേറ്റിന്റെ കീഴിലാണെന്ന്. ആരോഗ്യം എന്തിന്റെ കീഴിലാണ് അല്ലേ? ഏതിന്റെ കീഴിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിന്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് നമുക്കറിയാം സെൻറ്ററിനും സ്റ്റേറ്റിനും ഒരുപോലെ അധികാരമുള്ളതാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിസ്റ്റുകളെ കുറിച്ച് കൃത്യമായിട്ട് ഏത് ആർട്ടിക്കിളിലാണ് ഏത് പാർട്ടിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് ജസ്റ്റ് നോക്കി വെക്കാം. നെക്സ്റ്റ്, ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ ജാഗീർദാരി സിസ്റ്റം? കണ്ടോ, മുഗൾ എംപയറുമായി ബന്ധപ്പെട്ട് അടുത്ത ക്വസ്റ്റ്യൻ അവരുടെ അല്ലേ? ചോളാസ്, ഖിൽജീസ്, മുഗൾസ്, ഗുപ്തസ്. മുഗൾ കാലഘട്ടത്തിലാണ്. അക്ബർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അക്ബറിനെ കുറിച്ച് നോക്കണം. ജാഗീർദാരി സിസ്റ്റം കൊണ്ടുവന്ന ആളാണ് ആര്? അക്ബർ. അതൊരു ലാൻഡ് റവന്യൂ അല്ലെ? ലാൻഡ് ടാക്സുമായി ബന്ധപ്പെട്ടുള്ള റവന്യൂമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. സോ ഇന്നത്തെ ഒരുപാട് റവന്യൂമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മൻസബ്ദാരി അല്ലേ? ജാഗീർദാരി ഇതൊക്കെ മൻസബ്ദാരി ഒക്കെ പഠിക്കണം കേട്ടോ. മൻസബ്ദാരി അല്ലെ? മൻസബ് ആരാണ്? മൻസബ്ദാരി ക്ലിയർ ആയിട്ട്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് റിലീസസ് ദ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് നോക്കുക. അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ആരാണ്? HDI ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? വേൾഡ് ബാങ്ക്, വേൾഡ് എക്കണോമിക് ഫോറം, യുണൈറ്റഡ് നാഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ആരാണത്? യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. ഇവിടെ നിങ്ങൾ വേൾഡ് ബാങ്കിനെ കുറിച്ച് പറയാം. വേൾഡ് ബാങ്കിന്റെ കൂടെ തന്നെയുള്ളതാണ് IMF അല്ലെ? ബ്രിട്ടൻ വുഡ് ട്വിൻസ് അല്ലെ? ഇരട്ടകൾ എന്നറിയപ്പെടുന്ന വേൾഡ് ബാങ്ക്, IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ്. പിന്നെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആസ്ഥാനമാണ് ദാവോസ് അല്ലെ? ക്ലിയർ അല്ലേ? വേൾഡ് ട്രേഡ് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്തിന്റെ പകരം ഒന്നാണ്? ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫുമായി ബന്ധപ്പെട്ട് ആ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും കൃത്യമായിട്ട് നോക്കാം കേട്ടോ. ഇത് ഓരോ പോയിന്റുകൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണം. നെക്സ്റ്റ്, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഇസ് ദ ജിയോഗ്രഫിക്കൽ ഫ്യൂച്ചർ ഓഫ് ദ തിണൈ കോൾഡ്? പാലൈ. കണ്ടോ, റിപ്പീറ്റഡ് ആയിട്ട് വന്നു. ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറല്ല, ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. പാലയെ കുറിച്ചാണ് അടുത്ത എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. പാലൈ നമുക്കറിയാം. പാലൈ ഡ്രൈ ലാൻഡ്, കോസ്റ്റൽ ഏരിയ, ഫോറസ്റ്റ്, വെറ്റ് ലാൻഡ്. ഏതാണത്? ഡ്രൈ ലാൻഡ് ആണ്. കോസ്റ്റൽ ഏരിയ നേരത്തെ ചോദിച്ചു, നെയ്തലാണ്. ഫോറസ്റ്റിലെ മുല്ലൈ അല്ലെ? വെറ്റ് ലാൻഡ് മരുതം അല്ലെ? മരുതൈ. അപ്പൊ മരുതം. അപ്പൊ ഇങ്ങനെ ഈ തിണകൾ എന്ത് ചെയ്യാ? പഠിച്ചു വെക്കാം കേട്ടോ. അടുത്തത്, പിന്നെ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി അല്ലെ? റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയിൽ ആരാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്? ദ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, പീപ്പിൾ. ജനങ്ങൾ നേരിട്ടാണോ? എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് ആണോ? ആരാണ്? നമുക്കറിയാം എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ MP മാർ അല്ലേ? അവർ കൂടിയിട്ടാണ് നമ്മുടെ ലെജിസ്ലേച്ചർ. നമുക്കറിയല്ലോ. എക്സിക്യൂട്ടീവ് ആരാണ്? പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സ് ഒക്കെ എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. ഇവർ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ്. നമുക്കറിയാം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ്. എന്നാൽ സ്ഥിരം എക്സിക്യൂട്ടീവ് ആണ് ആര്? ബ്യൂറോക്രസി. അതുപോലെ തന്നെ പ്രസിഡന്റ്, നമ്മുടെ പ്രസിഡന്റ് ആരാണ്? ലോക്സഭ. നമ്മുടെ എന്താ പറയാ? പാർലമെന്റ് എന്തൊക്കെ ഉൾപ്പെട്ടതാണ്? ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്, അതുപോലെ തന്നെ പ്രസിഡന്റ് കൂടി ഉൾപ്പെട്ടതാണ് നമ്മുടെ പാർലമെന്റ് എന്നറിയപ്പെടുന്നത്. പിന്നെ പ്രസിഡന്റിന്റെ അധികാരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അവരുടെ പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് അല്ലേ? പിന്നെ പ്രൈം മിനിസ്റ്ററുടെ റോൾസ്. പ്രൈം മിനിസ്റ്റർ അല്ലേ? ആരാണ്? ലീഡർ ഓഫ് ദ റൂളിംഗ് പാർട്ടിയാണ്. തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് നോക്കുക. പിന്നെ നമുക്കറിയാം ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഇല്ലേ? പ്രസിഡൻഷ്യൽ ഭരണമുണ്ട്, അതുപോലെ തന്നെ പാർലമെന്റ് സിസ്റ്റം ഉണ്ട്. അമേരിക്കയൊക്കെ എന്തിന് ഉദാഹരണമാണ്? അമേരിക്ക പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിന് ഉദാഹരണമാണ് അമേരിക്ക. ബ്രിട്ടൻ പാർലമെന്ററി സിസ്റ്റത്തിന് ഉദാഹരണമാണ്. നമ്മൾ ഈ പാർലമെന്ററി സിസ്റ്റം അഡോപ്റ്റ് ചെയ്തത് എവിടുന്നാണ് അല്ലേ?
ബ്രിട്ടനിൽ നിന്നാണ് അല്ലേ, ഇംഗ്ലണ്ടിൽ നിന്നാണ്, ബ്രിട്ടനിൽ നിന്നാണ് ഈ പാർലമെന്ററി സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്ത കൺസെപ്റ്റുകൾ ജസ്റ്റ് നോക്കി പോകണം കേട്ടോ. നെക്സ്റ്റ്, റേഡിയസ് ഓഫ് ദ എർത്ത് ഈസ് എസ്റ്റിമേറ്റഡ്. ജിയോഗ്രഫിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എർത്തിന്റെ റേഡിയസ് എത്രയാണ് വരുന്നത്? റേഡിയസ് അല്ലേ, റേഡിയസ് എത്രടാ? 6371 കിലോമീറ്റർ, 2900, 3400 കിലോമീറ്റർ, 12742. ഏതാണ് കറക്റ്റ്? 6371 കിലോമീറ്റർ ആണ്. പിന്നെ നമുക്കറിയാം ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നോർത്ത് മുതൽ സൗത്ത് വരെയുള്ള ദൂരം, അതുപോലെ തന്നെ വെസ്റ്റ് അല്ലേ, ഈസ്റ്റ് മുതൽ വെസ്റ്റ് വരെയുള്ള ദൂരം, ഇത് നിങ്ങൾ നോക്കുക. അപ്പോൾ 3400, അതുപോലെ 2900 തുടങ്ങിയ കാര്യങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ ഇന്ത്യ ഈസ്, എക്കണോമിക്സുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ കണക്കാക്കുന്നത്. ഏത് മുതലാ? അത് നമുക്കറിയാം, ജനുവരി മുതൽ ഡിസംബർ 31 വരെയാണോ, അല്ലെ മാർച്ച് 1 മുതൽ ഫെബ്രുവരി 28 വരെയാണോ, അല്ലെ 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് ആണോ, 1 ജൂൺ മുതൽ 31 മെയ് ആണ്? ഏതാണ്? 1 ഏപ്രിൽ ടു 31 മാർച്ച് ആണ്. ഓക്കെ, ഫിനാൻഷ്യൽ ഇയർ. അതിൽ നിങ്ങൾ ബഡ്ജറ്റുമായുള്ള കൺസെപ്റ്റ്, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഡേറ്റ് അല്ലേ, ഇന്ത്യയിൽ ബഡ്ജറ്റ് എപ്പോഴാണ് അവതരിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച്, ആരാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അല്ലേ, ഫിനാൻഷ്യൽ മിനിസ്റ്റർ, ആരാണ് ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ തുടങ്ങിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ദ പ്രൊപ്പോർഷനേറ്റ് ലാൻഡ് ഏരിയാസ് ഓഫ് കേരള ഇൻ ഇന്ത്യ. കണ്ടോ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, ഇന്ത്യയും അതുപോലെ കേരളം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഏരിയ അത് പ്രൊപ്പോർഷനേറ്റ് എത്ര ശതമാനം ഉണ്ടാവും? 1.18, 3.43, 4.2, 6.5%. എത്ര വരുന്നത്? 1.18%. അത്രയും കുറഞ്ഞ ഭാഗം മാത്രമേ ഇന്ത്യയെ സംബന്ധിച്ച് കേരളമുള്ളൂ. ലോകത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് 2.4% ആണ്. എത്രയാണ്? 2.4%. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാർട്ടൺ ട്രഞ്ച് ഈസ് ദ ഡീപ്പസ്റ്റ് നോൺ ആസ് സ്പോട്ട് അല്ലേ. ഈ ട്രഞ്ച് ഏത് ഓഷ്യനിലാണ്? പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ, ആർട്ടിക്. എവിടെയാണ്? അത് അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ഏറ്റവും വലിയ ഓഷ്യൻ ഏതാ? അത് പസഫിക് ആണ് അല്ലേ, പസഫിക് ആണ്. ഈ പസഫിക് ഓഷ്യനിലാണ് എന്തുള്ളത്? മരിയാന ട്രഞ്ച് അല്ലെ, ചലഞ്ചർ ഗർത്തം അറിയപ്പെടുന്നത്. അത് ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് വെക്കുക അല്ലെ. എസ് ഷേപ്പിലുള്ളത് ഏതാ? എസ് ഷേപ്പിൽ അത് നമുക്കറിയാം, അത് അറ്റ്ലാന്റിക് ഷേപ്പാണ്. ഒരു ട്രയാങ്കിൾ ആ ഒരു ഇതിൽ വരുന്നതാണ് എന്ത്? നമ്മുടെ പസഫിക് വരുന്നത്. പസഫിക് എന്നുള്ള വേർഡ് കൊടുത്തത് അല്ലേ, ശാന്ത സമുദ്രം. ആരാണ്? മെഗല്ലനാണ്. ആരാടാ? മെഗല്ലൻ. ഇന്ത്യൻ ഓഷ്യൻ നമുക്കറിയാം, ഒരു ഭൂഖണ്ഡത്തിന്റെ പേരുള്ള, ഒരു രാജ്യത്തിന്റെ പേരുള്ള ഒരു ഓഷ്യനാണ് ഇന്ത്യൻ ഓഷ്യൻ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ വിച്ച് കേസ് ദ സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ബേസിക് സ്ട്രക്ചർ അല്ലേ, അത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത് കേശവാനന്ദ ഭാരതി കേസ്, ഗോലക്നാഥ് കേസ്, ശങ്കരി പ്രസാദ് കേസ്, SR ബൊമ്മൈ കേസ്. ഏതാണ്? കേശവാനന്ദ ഭാരതി കേസാണ് അല്ലേ, കേശവാനന്ദ ഭാരതി കേസാണ്. അപ്പൊ ഗോലക്നാഥ് കേസും ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ അല്ലേ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം തോന്നുന്നത് പോലെ അത് അമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ഒരു ഇതായിരുന്നു എന്ത്? ഗോലക്നാഥ് അല്ലേ, തോന്നുന്നത് പോലെ അതിനെ അമെൻഡ് ചെയ്യാൻ പറ്റൂല. പിന്നീട് എന്ത് ചെയ്തു? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം അമെൻഡ് ചെയ്യാം, പക്ഷെ അതിന്റെ ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ് എന്ത്? കേശവാനന്ദ ഭാരതി കേസ്. നമുക്കറിയാം ആമുഖം ഭേദഗതി വരുത്തിയിട്ടാണ് എന്ത് വന്നത്? 42 അല്ലേ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം ഭേദഗതി വരുത്തിയില്ലേ, റിപ്പബ്ലിക് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തെ സോഷ്യലിസ്റ്റ്, അടുത്തത് സെക്കുലർ അല്ലേ, ഇങ്ങനെയുള്ള വേർഡുകൾ ആഡ് ചെയ്തത് ഏത് പ്രകാരമാണ്? ഈ അമെൻമെന്റ് പ്രകാരമാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന അമെൻമെന്റ് പ്രകാരമാണ് കേട്ടോ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, റിഫ്റ്റ് വാലി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ റിഫ്റ്റ് വാലി എന്നറിയപ്പെടുന്നത് എപ്പോഴും പറയുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇൻഡസ് വാലി എന്നുള്ളേ, അതുപോലെ ബ്രഹ്മപുത്ര വാലി, കാശ്മീർ വാലി, നർമ്മദ വാലി. ഏതാണ് അത്? റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്നത് നർമ്മദയാണ്. നമുക്കറിയാം വിന്ധ്യ നോർത്ത് സൈഡിലും
അതുപോലെ തന്നെ സത്പുര റേഞ്ചിന്റെയും ഇടയിലൂടെയാണ് നർമ്മദ ഒഴുകുന്നത് അറബിക്കടലിലേക്ക്, അല്ലെ? ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്തേക്ക് ഒഴുകുന്ന നദിയാണ് ഇത് നർമ്മദ എന്നുള്ളത്. അതുപോലെ തന്നെ ഈസ്റ്റേൺ ഭാഗത്തേക്ക് ഒഴുകുന്ന നദികൾ നമ്മൾ പഠിക്കണം, അല്ലെ? ഗോദാവരി, മഹാനദി, അല്ലെ? ഇങ്ങനെയുള്ള നദികൾ. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഒഴുകുന്ന നദിയല്ലേ കബനി, അല്ലെ? എന്താ പറയാ, ഭാരതപ്പുഴ, പെരിയാർ എന്നൊക്കെ പറയുന്നില്ലേ? അതുപോലെ തന്നെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ഒരു നദിയിലടാ കേരളത്തിന്റെ എന്താ പറയാ, നമ്മളുണ്ടല്ലോ വയനാടിന്റെ അപ്പുറത്തു നിന്ന് ഒഴുകുന്ന ഒരു നദിയുണ്ട്. അത് ഇങ്ങനെ ഒഴുകി തമിഴ്നാട്ടിലൂടെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഏതാണെന്നൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെയുള്ള നദികളെ കുറിച്ച്, പിന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദി നമുക്കറിയാം ഗംഗാ നദിയാണ് ഏറ്റവും നീളം കൂടിയത്. സിന്ധു നദി ഒഴുകിയിട്ട് പാകിസ്ഥാനിലേക്ക് പോയും ലാഹോറിൽ പതിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെ പഞ്ചാബിൽ ഇതിന്, അല്ലെ? പഞ്ചാബ് എന്ന് പറയുന്നുണ്ടല്ലോ, പഞ്ചാബ് എന്ന് പറയാനുള്ള നദികൾ. പിന്നെ ലൂണി നദിയെക്കുറിച്ച് നിങ്ങൾ നോക്കി നിൽക്കണം. ലൂണി നദി ഒഴുകുന്നത് യമുന, ഗംഗയുടെ അല്ലെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള യമുന. അതുപോലെ ബ്രഹ്മപുത്ര നദി എവിടെയാണ് ഒഴുകുന്നത്, ബ്രഹ്മപുത്ര നദി എവിടെയാണ് ഒഴുകിയെത്തുന്നത് എന്ന് കൃത്യമായിട്ട് പഠിക്കുക. ബ്രഹ്മപുത്ര നദിക്ക് മറ്റ് പേരുകളുണ്ട്, ടിബറ്റിൽ അതിൻ്റെ പേരുകൾ. ഇങ്ങനെയുള്ള ഈ നദികളെ കുറിച്ച് നിങ്ങൾ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്താൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഐഡന്റിഫൈ ദ ഓർഗനൈസേഷൻ ഫൗണ്ടഡ് വൈകുണ്ഠസ്വാമികൾ. കേരള റിനൈസൻസിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ഓർഗനൈസേഷൻ: ആത്മവിദ്യാസംഘം, യോഗക്ഷേമ സഭ, സഹോദര പ്രസ്ഥാനം, സമത്വ സമാജം. ഏതാണ് സമത്വ സമാജം, അല്ലെ? കേരള റിനൈസൻസിന്റെ ആദ്യത്തെ വ്യക്തിയാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. ആത്മവിദ്യാസംഘം ആരാടാ? വാഗ്ബടാനന്ദ. യോഗക്ഷേമ സഭ, അല്ലെ? വി.ടി. ഭട്ടതിരിപ്പാട്. സഹോദരൻ അയ്യപ്പനാണെന്ത്? സഹോദരൻ അയ്യപ്പൻ. ഇനി ഇതിൽ ശ്രീനാരായണ ഗുരു, നിങ്ങൾ അടുത്തതിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കുക, അല്ലെ? അല്ലെ SNDP അറിയല്ലോ. പിന്നെ വൈകുണ്ഠസ്വാമികൾ എന്ന് പറഞ്ഞു. പിന്നെ വൈകുണ്ഠസ്വാമികൾ. പിന്നെ നമ്മൾ പ്രസിദ്ധരായ മറ്റൊരാളിലടാ, ആരാ? നമ്മൾ മറന്നുപോയി, ലീഡറൊക്കെ ആക്കിയല്ലോ. വെള്ള കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത്. ഓർത്തിരിക്കുന്ന പേരൊന്ന് കമന്റ് ചെയ്യണേ, പെട്ടെന്ന് മറന്നുപോയാ, വായിലുണ്ട് പക്ഷെ അത് മറന്നു പോകുന്ന അറിയില്ലേ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചും കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. ശ്രീനാരായണ ഗുരു, വാഗ്ബടാനന്ദൻ, ആത്മവിദ്യാസംഘം. മലബാറിലായിരുന്നു വാഗ്ബടാനന്ദന്റെ ഏരിയ കേട്ടോ, പിന്നെ നമ്മൾ ആ പേര് മറന്നുപോയി, നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. നെക്സ്റ്റ് ഓർമ്മയുണ്ടെ പറയാം. നെക്സ്റ്റ്, നെയിം ദ ഓതർ ഓഫ് ദ ബുക്ക് രാജതരംഗിണി, അല്ലേ? ഇത് ഒരു ചോദ്യം ആദ്യം ഉണ്ടാവുന്ന ഒരു ചോദ്യം. രാജതരംഗിണി ആരുടേതാണ്? കൽഹണ, അല്ലേ? കൽഹണയുടേതാണ്. ഓക്കെ, കൽഹണയുടേതാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്? കണ്ടോ, ബാങ്കുകളെ കുറിച്ച് എക്കണോമിക്സിൽ വരുന്നതാണ്. ബാങ്കുകളെ കുറിച്ച് നമ്മുടെ ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരും. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക. ഇഷ്യൂയിങ് കറൻസി. ആക്ടിങ് ആസ് എ ഗവൺമെന്റ് ബാങ്ക്സ്. ഫങ്ഷൻസ് ആസ് എ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ഇത് നിങ്ങൾ പഠിച്ച സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ആക്സെപ്റ്റിംഗ് കറൻസീസ്. ഇവിടെ ബാക്കിയുള്ള 3 എണ്ണവും RBIയുടേതാണ്. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയാണ്. കറൻസി നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, കറൻസി ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? പക്ഷെ 1 രൂപ നോട്ട് ആരാണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെ? കേന്ദ്ര ധനകാര്യ വകുപ്പാണ് 1 രൂപ. അതുപോലെ തന്നെ നോട്ടുകൾ ഒപ്പുവെക്കുന്നത് RBI ഗവർണറാണ്. എന്നാൽ എല്ലാത്തിലും ഇല്ല, അല്ലെ? 1 രൂപ നോട്ട്. പിന്നെ നാണയങ്ങളും, അല്ലെ? നാണയങ്ങൾ അടിച്ചിറക്കുന്ന മിന്റുകളെ കുറിച്ച് ജസ്റ്റ് നിങ്ങൾ നോക്കി പോവാട്ടോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് പോപ്പുലർലി നോൺ ആസ് വേൾഡ് ബാങ്ക്? അല്ലെ? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണോ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണോ? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഏതാണ്? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ഇപ്പൊ വേൾഡ് ബാങ്കിന്റെ കൂടെ ഉണ്ടായതാണ് എന്ത്? IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ട്രേഡ്. നിങ്ങൾ കണ്ടോ ഓപ്ഷൻസ് ഓരോ വർഷവും ഇതുമായി ബന്ധപ്പെട്ട 4. നിങ്ങൾ ഇതിൽ നിന്ന് IMFനെ കുറിച്ച് പഠിക്കുക, വേൾഡ് ബാങ്കിനെ കുറിച്ച് പഠിക്കുക, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുക. നിർബന്ധമായിട്ടും പഠിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ,
സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ചധികം സമയം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഇനി നമുക്ക് നിങ്ങൾ നാളെ എക്സാമിന് പോകുമ്പോൾ ഈ ഭാഗങ്ങളിലുള്ള ചോദ്യങ്ങൾ പ്രധാനമായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ജിയോഗ്രഫീൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് കാര്യങ്ങൾ വരും കേട്ടോ. ഇറോഷൻ അല്ലേ, വാട്ടറിൻ്റെ ഭൂരൂപങ്ങൾ എന്നുള്ള ഭാഗമല്ലേ, ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഇതിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ആ ഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. എക്കണോമിക്സിൽ ഈ ഫിനാൻഷ്യൽ ഈ ബാങ്കുകളെ കുറിച്ച് നോക്കി വരണം. പിന്നെ നാഷണലൈസ്ഡ് ബാങ്ക് അത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലേ, ഡിസ്കസ് ചെയ്തപ്പോൾ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് തന്നെയാണ്. ആദ്യമായിട്ട് നാഷണലൈസ് ചെയ്ത ബാങ്കുകളുടെ എണ്ണം 14 അല്ലേ. ഇപ്പം എത്ര നാഷണലൈസ്ഡ് ബാങ്ക് ഉണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ജസ്റ്റ് നോക്കുക. കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലാണെങ്കിൽ ഏറ്റവും അവസാനം നാഷണലൈസ് ചെയ്ത ബാങ്കുകളെ കുറിച്ച് കൂടി നോക്കി വരിക. സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ എക്സാം കഴിഞ്ഞ് നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക. സോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.